അപ്പൊ നമ്മളെ വ്ളോഗില് മെയിൻ ആയിട്ടായ കോഴിക്കോടൻ ഇത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കോഴിക്കോടൻ നോമ്പുതുറയിലെ മലപ്പുറം ബീഫ് ബിരിയാണി ഇവിടെ ഇതെന്താ ഉണ്ടാക്കുന്നത്? ബട്ടൂര. നോമ്പ് തുറക്കുള്ള ബിരിയാണി ദമ്മിടാനുള്ള അമ്പിളി കുമ്പിളിയാണല്ലോ. 3 ജില്ലേന്റെ സംഗമം കൂടിയാണ് ഈ ഒരു നോമ്പ് തുറയിൽ നടക്കുന്നത്. അമ്പിളി കുമ്പിളിയെ ഓയ് ടെൻഷൻ ഉണ്ട്, കാരണം ഇതെന്താവും അറിയില്ലല്ലോ. ചിക്കൻ കട്ട്ലറ്റ് ആണ് കേട്ടോ. നമ്മള് നോമ്പ് തുറ ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമ്മ നോക്കാണ് നിങ്ങള്. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടിയൊക്കെ ഹലോ അമ്പിളീസ്. അപ്പൊ നമ്മളിവിടെ ഷിഫേന്റെ ചേച്ചിന്റെ വീട്ടിലെത്തിട്ടോ. ഇവിടുത്തെ നോമ്പുതുറ, കോഴിക്കോട് നോമ്പുതുറ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ നമുക്ക് അകത്ത് കയറി നോക്കാം, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടാം, എന്തൊക്കെ നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നേരിട്ട് കാണാം. ഇതാണ് ഒരു വലിയ അമ്പിളി കുമ്പിളി, അതായത് ഷിഫേന്റെ ചേച്ചീന്റെ വലിയ കുട്ടിയാണ്. ആളൊരു കരാട്ടക്കാരത്തിയാണ്, കരാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഭയങ്കര സംഭവമാണ് കേട്ടോ, പിന്നീട് കാണാൻ സംഭവങ്ങളൊക്കെ. ഇത് വേറൊരു അമ്പിളി കുമ്പിളി ഉണ്ടല്ലേ, ചിച്ചി എന്ന് വിളിക്കുന്ന ചിച്ചി. അപ്പൊ അകത്ത് കയറി നോക്കാം ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് വേറൊരു അമ്പിളി കുമ്പിളിയാണ്, അതായത് ഷിഫന്റെ ചേച്ചിന്റെ ചെറിയ കുട്ടിയാണ്. അടുക്കളയിലേക്ക് പോയി നോക്കാം എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഷിഫേന്റെ ഉപ്പ അവിടെ റെഡിയാണ്. പഴവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പണിയാണ്. പഴംപൊരി 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 നിർമ്മാണത്തിലാണ് ഷിഫന്റെ ഉപ്പ. അപ്പൊ നമുക്കിനി ഷിഫന്റെ ചേച്ചിയൊക്കെ ഉണ്ട്, നമുക്ക് വലിയ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ഈ എന്താ പറയാ, ബിരിയാണിയിലേക്കുള്ള ഐറ്റംസ് അരിഞ്ഞ് വെച്ചിരിക്കുകയാണിത്, കണ്ടില്ലേ. തക്കാളി ഉണ്ട്, ഉള്ളി ഉണ്ട്, പിന്നെ അത് ചക്കയാണ്. അത് അതിൽ പെടൂല, വേണമെങ്കിൽ പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് പോയി നോക്കാം. കോഴിക്കോടൻ നോമ്പ് തുറയിലെ മലപ്പുറം ബിരിയാണി വെക്കുന്ന ആളെ കണ്ട് നമ്മൾ ആകെ അന്തം വിടും. ഭീകര സംഭവമാണ് അത് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് നമ്മളെ ബിരിയാണി നിർമ്മാണശാല. ബിരിയാണി നിർമ്മിക്കുന്ന ആള് മറ്റാരുമല്ല, ഇത് നമ്മളെ ഷിഫേന്റെ ഉമ്മയാണ്. ബിരിയാണിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ അമ്മ ചെയ്തുകൊണ്ടിരിക്കണേ? അരി വേവിച്ചോണ്ടിരിക്കുക ദമ്മിടാന്. ഉറക്കെ പറഞ്ഞോളി, മൈക്ക് അടുത്ത് വെച്ചിട്ട്. ദമ്മിടാനുള്ള അരി വേവിക്കാണല്ലേ. കുറച്ച് പരിമിതി ഉണ്ടല്ലേ അവിടെ ഉണ്ടാക്കാന്. പാത്രങ്ങളൊന്നും കറക്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഇതൊരു വാടകക്കുള്ളൊരു വീടാണ്, അപ്പൊ അതിന്റെ ഒരു പരിമിതി നമ്മളെ ഈ നോമ്പ് തുറക്ക ഉണ്ട്. എങ്കിലും ഉമ്മ അത് അടിപൊളിയാക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് തൊട്ടടുത്ത വീട്ടുകാരുടെ അടുക്കളയാണ് കേട്ടോ. 2 അടുക്കളയിലും പാടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ. എന്ത് ബിരിയാണിയാണ് ഉമ്മ? ബീഫ് ബിരിയാണി അല്ലേ. അപ്പൊ ബീഫ് ബിരിയാണി എത്ര. അപ്പോൾ നമ്മളെ നോമ്പ് തുറക്കുള്ള ബിരിയാണി ദമ്മിടാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ. നല്ല ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടോ. എല്ലാരും കാറ്ററിംഗ് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അതെ, മിക്ക നോമ്പ് തുറക്കും ഇപ്പോഴത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരും. നോമ്പ് തുറ സമയത്ത് എല്ലാവരും ഇരിക്കും, കഴിക്കും. വളരെ അപൂർവമായിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കുക. അപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു ശ്രമം നടക്കുകയാണ്, വീട്ടിലുണ്ടാക്കുകയാണ്. സാധാരണ വീട്ടിലുണ്ടാക്കല. അതെ, സാധാരണ എപ്പോഴും വീട്ടിലുണ്ടാക്കൽ തന്നെയാണ്. ഇതിപ്പോ നോമ്പ് തുറയാണ്, കുറച്ചൊരു 10-30 ആളുകളുള്ള നോമ്പ് തുറയാണ്. അതിലും നമ്മൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. നമ്മൾ പുറത്തുനിന്ന് അത് വരുന്ന ആ ഗസ്റ്റുകളെ നമ്മൾ അത്രയും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമ്മൾ കരുതേണ്ട ഒരു കാര്യം. അത്രയും വിശ്വാസമുള്ള രീതിയിൽ നമ്മൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു നമ്മളെ ഗസ്റ്റിന് കൊടുക്കാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഐറ്റം എന്താ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഷിഫന്റെ ചേച്ചി, ഷിഫന്റെ താത്തയാണ് ഈ എണ്ണക്കടികളൊക്കെ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആളാണ്. ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്, എന്താ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തോ സംഗതി പരത്തുന്നത് കാണുന്നുണ്ട്. ഇതെന്താ ഉണ്ടാക്കുന്നത്? ബട്ടൂര. ബട്ടൂര എന്നാ പറയുന്നത്. അപ്പൊ നമുക്കിത് കണ്ടു നോക്കാം. അവിടെ ഉപ്പ അതന്നെ അവിടെ പൊരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഇതാണ് ബട്ടൂര നിർമ്മിക്കുകയാണ്, ഇത് പൊരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബട്ടൂര എന്ന് പറഞ്ഞ സാധനം? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ, അറിയുന്നവർ, ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ. ബട്ടൂര അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ യാത്ര ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു കോഴിക്കോടൻ വിഭവങ്ങൾ
ഐറ്റംസ് ഒക്കെ ഒരുപാടില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞു. അതിൽ പെട്ട ഒന്നാണ് ഭട്ടൂര. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരാൾ വിട്ടുപോയി. നമ്മളെ ഷിഫേൻ്റെ താത്തേൻ്റെ ഭർത്താവ് കനിവ് സ്നേഹതീരം കാപ്പാടിൻ്റെ മാനേജറാണ്. ഇപ്പോൾ ഗൃഹനാഥനായി നിൽക്കുകയാണ്. ആ വേഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ആതിഥേയനാണല്ലോ, പുള്ളിയാണ് നോമ്പുതറ സംഘടിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരുപാട് ഓടിപ്പാച്ചിലിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു രൂപമാണ് ഈ കാണുന്നത്. ആൾ ഇങ്ങനെയല്ല, ആളിതല്ല, ആള് വേറെ രൂപത്തിലാണ്. യഥാർത്ഥം ഞാൻ ഇങ്ങനെയല്ല. അല്ല, അതെ അതെ, ഇതല്ല, ഞാൻ വേറെ എന്തോ ഒന്നാണ്. അതാണോ സംഗതി? അംബ്ലീസ് വീഡിയോ ഇന്ന് ഞാൻ കണ്ടു. മാനേജറല്ല, ഇന്ന് ഞാൻ ഇലക്ട്രീഷ്യൻ ആണ്. ഓക്കെ, പ്ലംബർ. ഗുഡ് ഗുഡ്. പഠിച്ചോനെ, കാരണങ്ങാട്ടുണ്ടോ ഇതിന്? ആരാണ് ഇത്? അമ്പിളി കുമ്പിളിയാണല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ഐറ്റം നോക്കുകയാണ്. ഇത് കസ്റ്റാർഡ് ആണെന്നാ പറഞ്ഞത്. കസ്റ്റാർഡിലേക്ക് ഇതിലേക്ക് എന്തൊക്കെയാ ഇട്ടിട്ടുള്ളത്? ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. ഉറുമാമ്പയുണ്ട്, പഴം, മുന്തിരി എല്ലാം പാടെ മിക്സ് ആയിട്ടുള്ള കസ്റ്റാർഡ് ആണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മസ്റ്റാർഡൊക്കെയുള്ള ഐസ് ഇട്ടിട്ടുണ്ട്. സോറി, കസ്റ്റാർഡ് ആണ്. എനിക്കത് മാറിപ്പോവാണ്. എനിക്ക് ഈ കസ്റ്റാർഡ് മസ്റ്റ് ആയതുകൊണ്ട് മസ്റ്റാർഡ് എന്ന് വരികയാണ്. അപ്പോൾ നമ്മളെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ മെയിൻ ഹൈലൈറ്റ് കോഴിക്കോടൻ നോമ്പുതുറയിലെ മലപ്പുറം ബീഫ് ബിരിയാണി ഇവിടെ ദമ്മായി കിടക്കുകയാണ്. ഇത് എന്താ പറഞ്ഞ ഇതിന്റെ പേര് പറഞ്ഞ്? അലീസ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിന്റെ അതിനുള്ള ചിക്കൻ വേർതിരിക്കുകയാണ് അലീസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ പരിപാടി എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. എനിക്ക് അറിഞ്ഞൂടാ അതെന്താ സംഭവം എന്നുള്ളത്. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ അടുക്കളയിൽ തകൃതിയായി പണി നടക്കുകയാണ്. ഷിഫേന്റെ, അതായത് നമ്മളെ അമ്പിളി കുമ്പിളിന്റെ ഉപ്പയും ഉമ്മയും താത്തയൊക്കെ ഭയങ്കര പാചകത്തിലാണ്. അപ്പൊ നമുക്കൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ അമ്പിളി കുമ്പിളി ഇവിടെ. അമ്പിളി കുമ്പിളിയെ, ഓയ്, എന്താ പരിപാടി? ഈ തുണിയൊക്കെ മടക്കി വെച്ചതാ? അതെ. താത്ത പറഞ്ഞുല്ലേ തുണി മടക്കി വെക്കാന്. ഇനി എന്താ അടുത്ത പരിപാടി? ഇതൊക്കെ ഇനി താത്താക്ക് ഇവിടുന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് ഇവൾക്കൂടെ അടുക്കി പെറുക്കി വെക്കണം, എടുത്ത് വെക്കണം. അപ്പൊ നമ്മളെ അമ്പിളി കുമ്പിളിക്ക് ഏറ്റവും അറിയുന്ന പരിപാടിയാണ് വൃത്തിയാക്കല്. മടക്കി വെക്കുക, വൃത്തി ഉണ്ടാകുക, തുടക്കുക, തിരുമ്പാം. അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും. കൊണ്ട് കഴിയണൊക്കെ ഞാൻ. നമ്മളെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കോഴിക്കോട്ടേക്കുള്ള യാത്രയൊക്കെ അടിപൊളി. അടിപൊളിയായില്ലേ? അടിപൊളി യാത്ര. ക്ഷീണം ഉണ്ടാവും എനിക്ക്? കുറഞ്ഞൊരു ക്ഷീണുണ്ട്. കുറഞ്ഞ ക്ഷീണം ഉണ്ടാവും. നമുക്ക് മാറും കേട്ടോ. 8ാം മാസത്തിലേക്ക് കടക്കാനുള്ളൂ. ഗർഭിണിയാണ്, 8ാം മാസമായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ടെൻഷനിലാണ്. ഇതോളം എങ്ങനെ പൂർത്തിയാക്കും എന്നുള്ള ടെൻഷനിലാണ് ഞാനും ഞങ്ങളും. ഉപ്പ, ഷിഫന്റെ കുടുംബവും എൻ്റെ കുടുംബവും ഒരു എന്താ പറയുക ടെൻഷനുണ്ട്. കാരണം ഇതെന്താവും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രസവം സുഖമായിട്ട് പൂർത്തിയായി എല്ലാം എന്താ പറയുക ഭംഗിയായിട്ട് അവസാനിക്കാൻ നിങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞിരുന്നു, അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, വ്ളോഗ് തുടങ്ങിയത്. കാരണം അവൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ അവൾക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ കട്ട്ലറ്റ് ആണ് കേട്ടോ. നമ്മൾ നോമ്പുതുറ ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ അമ്പിളി കുമ്പിളിന്റെ അമ്മമ്മ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നോക്ക്, നമ്മളെ നോമ്പുതുറ സെറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഇത്. ഇവിടെ പലവിധ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാനേജർ ഇവിടെ ഓടി ചാടി നടക്കുന്നുണ്ട്. നമ്മളെ ഗൃഹനാഥൻ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നമ്മൾ നോമ്പുതുറ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അമ്മമ്മ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്. നല്ല മനോഹരമായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ് അമ്മമ്മ. നമ്മളെ നോമ്പുതുറന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. സമയം 5 മണി പിന്നിട്ടു. പിന്നെ നമ്മളെ മറ്റൊരു ഐറ്റമാണ് ഇത്. ചിക്കൻ ഫ്രൈ ആണ്, ചിക്കൻ പൊരി, ചിക്കൻ ചില്ലി എന്നൊക്കെ പറയും. വേറെ എന്തോ ഒരു സംഗതി ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്, എന്താന്ന് അറിയില്ല. അത് രാഗിയാണ്. രാഗിയാണ്. രാഗി ഒരു ഐറ്റം ആണ് നമ്മൾ നോമ്പ് തുറയിൽ. ആ രാഗിൻ്റെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ. അപ്പോൾ അടുത്ത ഐറ്റം വന്നിരിക്കുകയാണ്. ഇത് ബ്രെഡ് കൊണ്ട് എന്തോ ഒരു ഐറ്റം ആണ്. അതിപ്പോൾ നമ്മൾ പൂർത്തിയായിട്ട് നമുക്ക് കാണാം. അതിനെപ്പറ്റി അതിൻ്റെ പേര് ചോദിക്കാം. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേര് പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഒരു പേരും എനിക്കറിയില്ല. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പേര് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റിൽ പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പേര് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ പേരിടാം. കോഴിക്കോടൻ നോമ്പ് തുറക്കുള്ള ജ്യൂസ്, നമ്മളെ തണ്ണിമത്തന് വത്തക്ക എന്നൊക്കെ പറയും. തണ്ണിമത്തനും പാലും
പഞ്ചസാരയും അതുപോലെ കസ്കസ് എന്ന് പറഞ്ഞ ഒരു സാധനമൊക്കെ ഇട്ടിട്ട് മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ട് ഒരു സ്പെഷ്യൽ തണ്ണിമത്തൻ ജ്യൂസാണ് നമുക്ക് ഒരൈറ്റം ഉള്ളത്. പിന്നെ അതിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാൻ നമുക്ക് പപ്പായ ഉണ്ട്, മുന്തിരിങ്ങ ഉണ്ട്, അതുപോലെ പൈനാപ്പിളുമാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വ്ളോഗിൽ മെയിൻ ആയിട്ടായ കോഴിക്കോടൻ നോമ്പ് തുറന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നോമ്പ് തുറക്കാനുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാണ്. ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു. നമ്മളെ അതിഥികളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളെ അമ്പിളികുംബ്ലീസ് വ്ളോഗ് ചാനലിന്റെ ഉടമ നമ്മളെ അമ്പിളികുംബ്ലി ഇവിടെ റെഡിയായി നിൽക്കുകയാണ് നോമ്പ് തുറക്കാൻ. ആള് ക്ഷീണിതയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും റെഡിയാണ്. നമ്മളെ അതിഥികളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഫാമിലീസ് എല്ലാം എത്തിയിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങളുണ്ട്. നേരത്തെ ഓരോന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കാണിച്ചു തന്നതാണ് എല്ലാ വിഭവങ്ങളും. അപ്പോൾ ഇതിനകത്ത് കോഴിക്കോട് ജില്ലയിലാണ് നോമ്പുതുറ നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ആളുകളുണ്ട്, കണ്ണൂർ ജില്ലയിലെ ആളുകളുണ്ട്. അങ്ങനെ ഒരു 3 ജില്ലേൻ്റെ സംഗമം കൂടിയാണ് ഈ ഒരു നോമ്പുതുറയിൽ നടക്കുന്നത്. പിന്നെ മറ്റൊരു സംഗമവും നടക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഈ ഒരു സ്പോട്ടിൻ്റെ ഇത് എവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഏരിയ ബീച്ചാണ്. കാപ്പാട് ബീച്ച് സൈഡാണ് അവിടെ കാണുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു നോമ്പുതുറൻ്റെ ഈ ഒരു ഏരിയ ഇവിടെ കിടക്കുന്നത്. അത്രയും മനോഹരമായ സ്ഥലത്താണ് നമ്മൾ നോമ്പുറ. അപ്പൊ നമ്മൾ കോഴിക്കോട് നോമ്പുതുറന്റെ ശില്പി നമ്മളെ റാഷിക്ക ഇവിടെ ഉണ്ട്. റാഷിക്ക എന്തോ ഒരു സംഗതി റെഡിയാക്കാണ്. റാഷിക്ക ഇത് എന്താ സംഭവം? റാഷിക്ക ഇതെന്താ സംഭവം? ഇത് അലീസ. ഇത് സ്പെഷ്യലാണ്. അലീസ. അപ്പൊ നോമ്പുറക്ക് ഇന്നത്തെ സ്പെഷ്യൽ ആക്കിയിരിക്കുന്ന അലീസയാണ് അല്ലേ? അപ്പൊ ബാങ്ക് വിളിച്ചു, എല്ലാരും നോമ്പുതുറ ആരംഭിച്ചു. ഇവിടെ ഇവന്റെ ഉമ്മയുണ്ട്, ഉമ്മമ്മയുണ്ട്, ഉപ്പയുണ്ട്, താത്തയുണ്ട്. അപ്പം പ്ലീസ് നമ്മളെ നോമ്പുതുറ തുറന്ന് ഭക്ഷണം കഴിച്ച് ഇരിക്കുകയാണ്. ഇപ്പം ഈ കാണുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഇവിടെ വന്നൊരു ഗസ്റ്റിന് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. അവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ അവർക്കിവിടെ ഒരു സർപ്രൈസ് റെഡിയാക്കി വെച്ചത് അവർ അറിഞ്ഞിട്ടില്ല. നോമ്പുതുറക്ക് എത്തിച്ചേർന്ന ഒരു ഗസ്റ്റിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പം പ്ലീസ് നമ്മൾ ആ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യണം. അവർ വരുന്നുണ്ട്, അവരാണ് വരുന്നത്. ഗസ്റ്റ് ഇവിടെ എത്തുന്നുണ്ട്. ആനിവേഴ്സറി കപ്പിൾസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആഘോഷം സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറയല്ല. അപ്പോ എല്ലാരോടും നമ്മളെ അമ്പിളികുംബ്ലീസ് വ്ളോഗിന്റെ ചാനലിന്റെ ആദ്യ വീഡിയോന്റെ എന്താ പറയുക, നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയാണത്, എൻ്റെ വൈഫിൻ്റെ ഫാമിലിയാണത്. ഇത് വൈഫിൻ്റെ ഉമ്മ, ഉപ്പ, ഇമ്മമ്മ, നമ്മൾ വൈഫ്, അത് അമ്പിളികുംബ്ലി ഈ വ്ളോഗിൻ്റെ ഓണർ. ഇത് അവരെ ചേച്ചീൻ്റെ ഹസ്ബൻഡ്, ഇത് താത്ത, ഷിഫിൻ്റെ താത്ത. അവിടെ ബാക്കിൽ നമ്മളെ ഷിഫിൻ്റെ താത്താൻ്റെ ഉപ്പയും ഉമ്മയുണ്ട്, അതായത് ഹസ്ബൻഡിൻ്റെ ഉപ്പയമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടിയൊക്കെ അടിപൊളിയായി. നമ്മളെ നോമ്പുതുറൊക്കെ ഉഷാറായില്ലേ? സംഗതി ഉഷാറല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ നമ്മളെ ബ്ലോഗിന്റെ നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ഒരുപാട് വൈകി, എല്ലാവരും ക്ഷീണത്തിലാണ്, എല്ലാവരും മുഖം വാടിയും കൊണ്ടാണ്. ആരും ഇങ്ങനെ അല്ല, ഇതൊന്നും ഞങ്ങളല്ല, ഞങ്ങൾ വേറെയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.